ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ടാലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത കാര്യങ്ങളാണ്. ഏഹ്, ആദ്യം കമ്പനി ക്രിയേഷൻ മുതൽ അങ്ങോട്ട് ഓരോന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനി ക്രിയേഷൻ ആണ് നോക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ വാലി കോളേജിൽ ടാലിയുടെ ഒരു ഓതറൈസ്ഡ് ലേണിംഗ് സെന്റർ ആണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യ വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷനിലേക്ക് പോവാണ്. ഓൾറെഡി ഇതിലൊരു കമ്പനി ഉണ്ട്. നമ്മൾ പുതിയൊരു കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പനി എന്നുള്ള ഈ ഒരു പിന്നെ സെൽ ഇത് നോക്കുക. ഈ ഒരു ഏരിയ നമുക്ക് ഒന്നെങ്കിൽ മൗസ് കൊണ്ട് ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആൾട്ട് കെ എന്ന് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ പാത്ത് ഉണ്ട്, ഡാറ്റ പാത്ത്. ഇത് നമുക്ക് എവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ആ ഒരു ഇത് ഉണ്ടാവേണ്ടത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ്, ഏത് ഏരിയയിലാണ്, ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് തൽക്കാലം ഞാൻ സി യൂസർ മാറ്റിയിട്ട് ഞാൻ ഡിയിൽ കൊണ്ടുപോവാണ്. ഡിയിൽ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡി ഞാൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്തു. ഡി സെലക്ട് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതില്ല, ഡിയിൽ പ്രത്യേകം സെലക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുക, തൽക്കാലം ഇങ്ങനെ കൊടുക്കുന്നു. ഡിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ കമ്പനിയുടെ പേര് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കമ്പനിയുടെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹാൻ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സുഹാൻ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അതിനുശേഷം കമ്പനിയുടെ ഇത്തരം ഡീറ്റെയിൽ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കമ്പനിയുടെ അത് നെയിം കൊടുത്തു. ഇനി മെയിലിംഗ് നെയിമാണ്. മെയിലിംഗ് നെയിം നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത്, ഞാൻ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം, നമ്മൾ ഉദ്ദേശിച്ച അഡ്രസ്സ് കാര്യങ്ങൾ. ഓക്കെ, ഹാഷ് ജസ്റ്റ് ടൈപ്പ് ചെയ്യട്ടെ. 36 ഹാഷ് 36 സിക്സ്ത് മെയിൻ റോഡ്, സോറി, റോഡ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഓക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഡീറ്റെയിൽ കൊടുക്കുകയാണ്. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്തു. പിൻകോഡ് എന്തെങ്കിലും ജസ്റ്റ് ഒരു പിൻകോഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ടെലിഫോണ് ഞാൻ തൽക്കാലം ഒരു ടെലിഫോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഓക്കെ, ഇമെയിൽ ഐ ഡി, വെബ്സൈറ്റ് ഒന്നും തൽക്കാലം കൊടുക്കുന്നില്ല. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കുന്ന ഡേറ്റ് നമ്മൾ സെയിം ഡേറ്റ് തന്നെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി F12 കോൺഫിഗറേഷൻ കൊടുക്കുക. കോണ്ടാക്ട് ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. മറ്റു ഡാറ്റയിലൊന്നും നമ്മൾ കിടക്കുന്നില്ല, ജസ്റ്റ് കമ്പനി ക്രിയേഷൻ ആണ്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. കമ്പനി എന്ത് ചെയ്തു, ഫോർമലി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഇനി യെസ് കൊടുത്തു, ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ കുറച്ച് കോൺഫിഗറേഷനും മറ്റു കാര്യങ്ങളാണ്. അത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു വിൻഡോ വരും. നമ്മൾ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്ത് അക്കൗണ്ട്സ്, അതുപോലെ കോസ്റ്റ് സെൻറ്റർ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അതൊക്കെ നോ കൊടുക്കുന്നത്. ഇൻവെൻട്രിയും നോ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇത് ഓരോന്നും എനേബിൾ ചെയ്ത് എങ്ങനെ കാണിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഇതെല്ലാം ഓഫ് ചെയ്തിടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം,
എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഓരോ വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എങ്ങനെ രണ്ടാമത് എനേബിൾ ചെയ്യാന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ്. GST മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു സർവീസ് എൻറ്റിറ്റി എങ്ങനെ ചെയ്യും, അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ഇൻവെന്ററി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇത് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു കാര്യം ഉണർത്താണ്, നിങ്ങൾക്ക് ടാലിയുടെ ഓതറൈസ്ഡ് സെന്ററിൽ നിന്നും, ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും നിങ്ങൾക്ക് ക്ലാസ് ഓൺലൈൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റിന്റെയും ടാലിയുടെയും സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കമന്റ് ബോക്സിൽ ഇത് ചെയ്യുക, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പേഴ്സണലി നമ്പർ തരുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓതറൈസ്ഡ് ലേണിംഗ് സെന്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു തരും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പഠിക്കാനും പറ്റും. അപ്പോൾ ബന്ധപ്പെടുക മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി സുഹാൻ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് വന്നിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ എന്താണ് ഗേറ്റ്വേ ഓഫ് ടാലി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.